ഒരു വീടിനെ സംബന്ധിച്ച് ഗൃഹനാഥന്റെ ദിക്കെന്ന് പറയുന്നത് ആ വീടിന്റെ വടക്കു പടിഞ്ഞാറ് ഭാഗമാണ്. അപ്പൊ ഈ വടക്കു പടിഞ്ഞാറ് ഭാഗം എന്തെങ്കിലും തരത്തിൽ മലിനപ്പെട്ടിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ആ ദിക്കിൽ ഒരു ടോയ്ലറ്റ് വന്നാൽ ആ ദിക്കിന്റെ സൗഭാഗ്യം കുറയും. വീടിനെ സ്ക്വയറോ റെക്ടാങ്കിൾ ഷേപ്പിലോ പണിയുമ്പോൾ വടക്കു പടിഞ്ഞാറ് ഭാഗം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലും ആ ദിക്കിന്റെ സൗഭാഗ്യം കുറയും. അതുപോലെ തന്നെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് നമുക്ക് കിണർ വന്നാലും ആ ദിക്കിന്റെ സൗഭാഗ്യം കുറയും. പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളെയും ഫംഗ്ഷുവില് 5 വിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതായത് 5 എലമെന്റ്സിന്റെ ഒരു തിയറി ഉണ്ട്. അതിൽ വീടിന്റെ ഈ ഓരോ ദിക്കിലും ഓരോ എലമെന്റുകളുണ്ട്. വടക്കു പടിഞ്ഞാറ് വന്നിരിക്കുന്ന എലമെന്റ് എന്ന് പറയുന്നത് മെറ്റൽ എലമെന്റ് ആണ്. മെറ്റൽ എനർജിയെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടുള്ള ഒരു എനർജി എന്ന് പറയുന്നത് മെറ്റലുകൾ കൊണ്ട് ഉണ്ടാക്കിയ വിൻചെയിമുകളാണ്. അപ്പോൾ വടക്കു പടിഞ്ഞാറിനിൽ ഒരു നമ്പർ ഉണ്ട്. വടക്കു പടിഞ്ഞാറിന്റെ നമ്പർ എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ 6 പൈപ്പുകളുള്ള ഒരു ബെല്ല് വീടിന്റെ പുറത്ത് വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് ഹാങ് ചെയ്യുമ്പോൾ അവിടെ പറയുന്ന നമ്പരുമായിട്ടുണ്ട്, അവിടുത്തെ എലമെന്റ് ആയിട്ടുള്ള മെറ്റലുമായിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടും നമുക്ക് ഒരേ ഇതിൽ കൊണ്ടുവന്ന് അവിടെ സൂക്ഷിക്കുമ്പോൾ ഗൃഹനാഥന് തീർച്ചയായിട്ടും അഭിവൃദ്ധി ഉണ്ടാവും. ഒരു 21 ദിവസത്തിനകത്ത് വെച്ച് തന്നെ നമുക്ക് അതിന്റെ റിസൾട്ട് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും.